ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ സാധാരണ പറയും പോലെ തന്നെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഞാൻ കുറേ ആയിട്ട് ഞാൻ ചിന്തിച്ചൊരു വീഡിയോ ആണ്, ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ തിരക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ വന്നിട്ട് ഈ വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ജാസിയ നമ്മളെ വിട്ട് പിരിഞ്ഞിട്ട് ഇന്നേക്ക് 8ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജാസിയ മോളുടെ 7 കഴിഞ്ഞത്. എല്ലാവരും ക്ഷണിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അതിന് മുമ്പായിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു, മോളും മരുമോനൊക്കെ ആയിട്ട് പോകാനുള്ള. അപ്പോൾ ആ കാര്യമായത് കാരണം ഞങ്ങൾ അങ്ങനെ പോയി. പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. പിന്നെ പറയാൻ വന്നത് ഇതൊന്നുമല്ല. ജാസിയ മരണപ്പെട്ടതിന് ശേഷം ഒരുപാട് വീഡിയോസ് കാണുകയുണ്ടായി. ജാസിയൻ്റെ ഫോട്ടോ വെച്ചിട്ടും മുൻപുള്ള ഹാപ്പി വീഡിയോസും അസുഖമുള്ള സമയത്തുള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അതല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണത്, അല്ലെങ്കിൽ അവളുടെ നല്ല കാര്യത്തിനാണ് ചെയ്തതെങ്കിൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണെങ്കിൽ എന്തിനാണ് ഈ മരണപ്പെട്ടിട്ട് പോയിട്ടുള്ള ഒരു പാവം പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ വീഡിയോയിൽ ഇട്ടിട്ട് മറ്റുള്ളവർ വീണ്ടും വീണ്ടും അത് കാണിക്കേണ്ട ആവശ്യം എന്താണ്? അതെനിക്ക് വളരെയധികം വിഷമമുണ്ടായി. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. അല്ലാതെ ഞാൻ ആരും വരി തീർക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് റീച്ച് കിട്ടിയിട്ടുള്ള അസൂയ കൊണ്ടോ ഒന്നുമല്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് അങ്ങനെ കാണുമ്പോൾ, ഞാനും ഒരു യൂട്യൂബറാണ്. നാളെ എനിക്കും മരണം സംഭവിക്കുക. ഇനിയിപ്പോൾ നാളേക്ക് പോകാൻ പറ്റില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ സെക്കൻഡ് തന്നെ മരണം സംഭവിക്കുക. ചെരുപ്പിൻ്റെ വാറ് പോലെ നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കും അത് വിളിച്ചാൽ പോകാൻ പറ്റില്ല എന്നോ തിരക്കാണെന്നോ വേറെ ഒന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളെ പ്രിയപ്പെട്ട ജാസിയ വളരെ വേദന നമുക്ക് തന്നിട്ടുള്ള ഒരു മരണമാണത്. അവളുടെ ജീവിതം നമ്മൾ കണ്ടപ്പോഴും അത് ഓരോ വീഡിയോസും നമ്മുടെ മുന്നിൽ വരുമ്പോഴും അത് കാണുമ്പോഴൊക്കെ വളരെയധികം വിഷമമുണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരുടെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ആ സന്ദർഭത്തിൽ കൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ ബാക്കി അവിടെ ഇരിക്കെ, അതിൻ്റെ ബാക്കി ആളുകൾ അവിടെ ഇരിക്കെ, നമ്മളിതിങ്ങനെ ആവർത്തിച്ച് ആ വീഡിയോസും ഫോട്ടോസും നമ്മൾ ഇടുമ്പോൾ അവരുടെ മനസ്സും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് അറിവുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആ വീഡിയോസും ഫോട്ടോസും ഇട്ടിട്ട്. പിന്നെ അള്ളാഹു റസൂലിനൊക്കെ പറയുന്ന ആൾക്കാരും ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ വീഡിയോസ് ഫോട്ടോസ് ഇതുപോലെ അവൾക്ക് മാത്രമല്ല, പല മരണപ്പെട്ടിട്ട് പോയിട്ടുള്ള സ്ത്രീകളുടേതും പുരുഷന്മാരുടെ എനിക്ക് എന്താണെന്നൊക്കെ അറിയില്ല. സ്ത്രീകളുടേത് എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസും അതുപോലെയുള്ള ഫോട്ടോസും മറ്റുള്ളതൊക്കെ എൻ്റെതും യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റ് മാത്രം ഇടാനായിട്ട് കുറച്ച് ടീം നമ്മൾ പിന്നാലെ നടക്കുന്നുണ്ട്. അത് പുറത്തുള്ളതോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ മറ്റുള്ളതോ ഒന്നല്ല. അതെനിക്കറിയാം ആരാണെന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് കുറച്ചും കൂടെ തുടർന്ന് പോവുകയാണെങ്കിൽ അവരെ പറ്റിയിട്ട് എല്ലാം ഞാൻ തുറന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഭയപ്പെട്ടിട്ട് പിന്മാറുന്ന ഒരു കാര്യമില്ല. എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എൻ്റെ മനസ്സിൽ എനിക്കറിയാം, എൻ്റെ പടച്ച റബ്ബിനും അറിയാം. അപ്പം അത്രയും ഉദ്ദേശിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യം ഞാൻ വന്നത്. എന്താണ് അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ഈ ഒരു കാര്യം മാത്രം പറയാൻ വലിച്ചു നീട്ടാൻ വേണ്ടി വന്നതുമല്ല. എനിക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി മാത്രം 4 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ വന്നിട്ടുള്ളതാണ്. ഒന്ന് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും നിങ്ങൾ ജാസിയൻ്റെ വീഡിയോ ചെയ്തോളും. അതിനെ പറ്റിയിട്ടുള്ള നല്ല ഇൻഫർമേഷൻ ഉണ്ടാവും, അസുഖത്തെ പറ്റിയിട്ടുള്ളത് ഉണ്ടാവും, ചികിത്സനെ പറ്റിയിട്ടുള്ളത് ഉണ്ടാവും, അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മെസ്സേജ് പോലെ കൊടുത്തോളൂ, വീഡിയോ ചെയ്തോളൂ. അത് നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്, മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതാണ്. പക്ഷേങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ജാസിയാൻ്റെ അതുപോലുള്ള പെൺകുട്ടികളുടെ വീഡിയോസും ഫോട്ടോസും വെച്ചിട്ട് റീച്ച് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അതില്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നവരാണെങ്കിൽ കേട്ടോട്ടെ, അങ്ങനെ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, കൊടുത്തോളൂ. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞു. ഞാൻ ഒന്നല്ലെങ്കിൽ ഞാൻ അവളെ ഉമ്മ ആയിട്ട് കാണാൻ, അല്ലെങ്കിൽ മൂത്ത സഹോദരിയായിട്ട് കാണാം. ആ രീതിയിൽ ഞാൻ കണ്ടിട്ട് തന്നെ ഞാൻ പറയുന്നത് കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം. ഇനിയും ഇതിപ്പോൾ 7ആണ്.
കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 15 ഉണ്ട്, 40 ഉണ്ട്, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര കാലങ്ങൾ പോകും? ജാസിയാണെങ്കിൽ നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. ഹൃദയത്തിനോട് ടച്ച് ചെയ്തിട്ടാണ് അവളുടെ ഓരോ ജീവിതം. ആദ്യം തുടക്കമൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, വീഡിയോസൊന്നും. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം, അതിന് മുമ്പ് ഞാൻ എവിടെ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ അതിന് കണ്ടിന്യൂ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ ഗ്രൂപ്പിൽ വന്ന് പിന്നെ ഈ അവസ്ഥകളൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട്. നമ്മളാൽ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റുന്നത്. അപ്പം അവരുടെ അവസ്ഥ അങ്ങനെ ആയതിൻ്റെ പേരിലാണ്. ആർക്കും ഒരു ഉമ്മത്തിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അള്ളാഹു നമ്മളെയും ഇനിയുള്ള നമ്മുടെ തലമുറയും അള്ളാഹു മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ എല്ലാവരും ജാസിയ മോൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ മരണപ്പെട്ടവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അവരെ പറ്റി ദുആ ചെയ്യുമ്പോഴും അവർക്ക് വേണ്ടി ഒരു യാസീൻ ഓതുമ്പോഴും ജാസിയ മോളുടെ പേരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. അതുപോലെ ഹദിയ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ വരുമ്പോഴും അള്ളാഹു അതിലേക്ക് നമുക്കുള്ള പ്രതിഫലം തരും. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോഴും നമുക്കും കൂടെ അതിൽ പുണ്യം കിട്ടും, നമുക്കും കൂടെ ഉപകാരമുള്ളതാണ്. എന്നല്ലെങ്കിൽ നാളെ നമുക്കും വേണ്ടിയിട്ട് മറ്റുള്ളവരും ദുആ ചെയ്യും. അപ്പോൾ അത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാടുണ്ട് ക്യാൻസറിനെ പറ്റി എനിക്ക് പറയാൻ. ഞാൻ കണ്ടിട്ടുള്ള ക്യാൻസർ അത് പറഞ്ഞാൽ ഒരുപാടുണ്ട്, ആ അവസ്ഥയൊക്കെ പറയാൻ. അപ്പോൾ കഴിയുന്നതും ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജിലാണ് എത്തുന്നതെങ്കിൽ ആ മനുഷ്യനെ കഴിയുന്നതും ചികിത്സിക്കാതിരിക്കുന്നതാണ്, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്താതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ലാസ്റ്റ് സ്റ്റേജ് എത്തിയിട്ട് മറ്റേത് സ്റ്റാർട്ടിംഗ് ആണ്, 1st, 2nd, 3rd, 4th ഇങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ 4th സ്റ്റേജിലെത്തുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റായിട്ട് പോകുന്നത്. 3rd സ്റ്റേജിലെത്തുമ്പോഴും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള. അപ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്നത് പ്രാർത്ഥനകളും സ്നേഹവും ആ വ്യക്തിക്ക് കൊടുത്ത് നമ്മളടുത്ത് നിർത്തിയിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ മനസ്സതാണ്. നമ്മളെ സ്നേഹവും മറ്റുള്ളതുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മളടുത്ത് നിർത്തുകയാണെങ്കിൽ അത്രയും നമുക്ക് അവരെ കണ്ടുകൊണ്ടിരിക്കാം, അവർക്ക് നമ്മളെയും കണ്ടുകൊണ്ടിരിക്കാം. ചിലർക്ക് പറ്റില്ല. ഞാനിത് ആരും കുറ്റപ്പെടുത്തി പറയുന്നില്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് വേറെ ഒന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. കുറ്റപ്പെടുത്തി പറയുന്നതല്ല. കാരണം എന്താ വെച്ചാൽ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും RCCയിൽ പോയപ്പോൾ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗമേ കുഴഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ തോളിലിട്ടിട്ടാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ ഒരു 10-15 ഹോസ്പിറ്റലോളം ഞങ്ങൾ മാറി പോയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു പിടുത്തം കിട്ടാതെ ലാസ്റ്റ് ഞങ്ങൾ 12 ദിവസം വേറൊരു ഹോസ്പിറ്റലിൽ കിടന്നു. അവിടുന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അവിടുന്ന് RCC കൊണ്ടുപോകുന്നതാണ്. RCC കൊണ്ടുപോയതിന് ശേഷം അദ്ദേഹത്തിന് അരക്ക് താഴെ കുഴഞ്ഞു പോയി. ഒരു ശേഷിയില്ലാത്തൊരവസ്ഥയിലായി, 2 കാലും കുഴഞ്ഞു പോയി. അങ്ങനത്തെ ഒരു സ്റ്റേജായി. അതായത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ ശേഷമാണ് അതെല്ലാം ആൾക്ക് സംഭവിച്ചത്. അപ്പം അതിൻ്റെ ശേഷം പിന്നെ എന്താ സംഭവിച്ചത് വെച്ചാൽ ഞങ്ങൾ പറയായിരുന്നു, ഞാൻ ദുആ ചെയ്യായിരുന്നു, അള്ളാഹുവേ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ച് തന്നാണെങ്കിൽ, എങ്ങനെയെങ്കിലും ഇവിടുന്ന് കിട്ടിയാണ് രക്ഷപ്പെട്ടാണെങ്കിൽ പോകാമായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് അതിൻ്റെതായ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും അവർ പറഞ്ഞിരുന്നു പിന്നെ എരിവും പുളിയൊന്നും പാടില്ലെന്നും, പിന്നെ അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കൊടുത്തു തന്നു. അവിടുന്ന് മെസ്സിൽ നിന്നാണ് നമ്മളെ ഭക്ഷണം അവർക്ക് ഉള്ളത്, പക്ഷെ അതൊന്നും അവർക്ക് രുചി ഇല്ല. അപ്പം ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തോളൂ എന്നും പറഞ്ഞിരുന്നു. അപ്പം അത് കൂടാതെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകലായിരുന്നു ഭക്ഷണങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമാണ് ആ അവസ്ഥ. പ്രിയപ്പെട്ടവരുടെ അടുത്ത് ഇരിക്കാനും അവരുടെ സ്നേഹം കിട്ടാനും അവരോടൊത്ത് കഴിയാനും ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് അവർ ഒറ്റപ്പെട്ടിട്ട് നമ്മളെ കാണാതെ അവർ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടക്കുമ്പോൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരതും ഇതുപോലുള്ള സീരിയസ് കേസുകളാണ്. അപ്പോൾ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ കാണുമ്പോൾ അവർക്ക് എപ്പോഴും നമ്മളെ കാണാനും കൊതി ഉണ്ടാവുക, സത്യമാണത്. അപ്പം ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം നമ്മളെടുത്ത് കൂടെ ഉണ്ടാവണം. അതുപോലെ പാലിയേറ്റീവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഗ്രഹമുള്ള ഒരു സംഭവമാണ്. പാലിയേറ്റീവിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രോഗികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും. ഗുളിക മുതൽ എല്ലാം. എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് സ്റ്റേജിൽ കഴിച്ചിരുന്നത് മോർഫിൻ എന്ന് പറഞ്ഞ ഗുളികയായിരുന്നു. അപ്പം അത് കഴിക്കുമ്പം ഒരു ലഹരി എന്ന് പറഞ്ഞ മാതിരി ഒരു അവസ്ഥയാണ് അത് ആ ഗുളികയിലുള്ളത്. അപ്പം അത് കഴിച്ചാൽ ആൾക്ക്
പെയിൻ കുറച്ച് കുറഞ്ഞ് കിട്ടും, ഒരു നല്ലൊരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കും, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു ചെറിയ ചെറിയ പൊട്ടുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അത് ഇങ്ങനെ കുറച്ചെണ്ണം കഴിയുമ്പോൾ പിന്നെയും പെയിൻ വരും, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കൂടെ ഞങ്ങൾ ഉണ്ടായതുകൊണ്ട്, ഞാൻ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് മാത്രമുള്ള ഒരു വിഷമം ഉണ്ടായിട്ടില്ല എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ആദ്യം അദ്ദേഹം നടക്കും നല്ല രീതിയിലാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കോലവും മറ്റുള്ളതൊക്കെ എങ്ങനെയാണെന്നും, പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ സുഖമില്ലാതെ പറ്റക്കിടപ്പിലായതിൻ്റെ ശേഷം അദ്ദേഹം എങ്ങനെ ആയിരുന്നു, മരണപ്പെടുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു എന്നൊക്കെ എനിക്കും എൻ്റെ ആൾക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അള്ളാഹു അദ്ദേഹത്തെ നല്ല രീതിയിൽ എനിക്ക് പരിചരിക്കാൻ പറ്റി. എൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക, ഒരുപാട് ഇനി എന്തെങ്കിലും എൻ്റെ അടുത്തുനിന്ന് മരണപ്പെടുന്ന സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു എനിക്ക് തന്നു. ഒരുപാട് വിഷമമുണ്ടായ സമയത്തും അദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങൾ ആ സ്പോട്ടിൽ ചെയ്യാൻ എനിക്കല്ലോ ശക്തി തന്നു. കാല് കെട്ടലും താടി കെട്ടലും ഒക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. ഉമ്മ വിട്ട് കരയായിരുന്നു. ഉമ്മാനെ കൊണ്ട് ഞാൻ താഴ്ന്ന് തുണി വാങ്ങിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വർത്താനം പറയാൻ പാടില്ല. ആ സമയത്ത് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ മരുമകളാണോ അത് അമോശനാണോ എന്ന്. നിങ്ങളിപ്പോൾ പറയുന്നതല്ല എൻ്റെ ജീവിതം. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞേ ഉണ്ടായിരുന്നു. ആദ്യം മാത്രം ഞാൻ കാണിച്ചു കൊടുത്തു, എല്ലാവരോടും പോകാൻ പറഞ്ഞു. ഞാൻ മാത്രം ഉമ്മ തളർന്ന് വീണു. പിന്നീട് ഓരോ നമ്പറും ഓരോരുത്തർ നമ്പറിൻ്റെ ഉമ്മക്ക് അഴിച്ചു കൊടുക്കണം. ഉമ്മ ഇരുന്നിട്ടാണ് ഓരോരുത്തർക്കും വിളിക്കുന്നത്. നിക്കാക്ക് മരണസമയം സംസം വെള്ളം ഞാൻ കൊടുത്തു, ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുത്തു. പിന്നെ എനിക്കറിയാം നിൽക്കുന്ന വിട്ടു പോവാണ്, ദുനിയാ വിട്ടു പോവാണ്. ആ സമയത്ത് ഇത് ഷഹാദത്ത് കലിമ ചൊല്ലി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അള്ളാനെ ഓർക്കും, അള്ളാന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളടുത്ത് വരും, സങ്കടപ്പെടണ്ട, നമുക്ക് അവിടെ ഒരുമിച്ച് കൂടാം, ഞാനുണ്ടായിരിക്കും, എത്രയും പെട്ടെന്ന് ഒരുക്കാം. കാരണം അതാണ് എനിക്കറിയാം, എനിക്ക് വേറൊന്നും അറിയില്ല. അങ്ങനെ മാത്രമേ എനിക്കറിയുള്ളായിരുന്നു. എനിക്ക് പറയാനുള്ളത് ഇതൊന്നല്ലായിരുന്നു. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇതായിപ്പോയത്, സോറി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ആരും ഷെയർ ചെയ്തിട്ട് എൻ്റെ മരണപ്പെട്ട വിവരം അറിയിക്കരുത്. നിങ്ങൾ എഴുതി അറിയിച്ചോളൂ, എൻ്റെ പേര് എഴുതിക്കോളൂ, ദുആ ചെയ്തോളൂ. ഇതിൻ്റെ വസിയത്താണ്. ഞാൻ എൻ്റെ മക്കളോടും ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്ന തെറ്റാണെന്ന്. എൻ്റെ ഭർത്താവിനോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരണശേഷം ഈ ചാനലിൽ എൻ്റെ വീഡിയോസ് ഉണ്ടായിരിക്കില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ബാക്കിയായിട്ട് വെച്ചിട്ട് എൻ്റെ മക്കൾക്കും മറ്റുള്ളവർക്കും വേറെ എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ, ചാരിറ്റി ചെയ്യാനോ അവർക്ക് അവരുടേതായിട്ടുള്ള മോട്ടിവേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതല്ലാതെ എൻ്റെ വീഡിയോസ് ഇതിലുണ്ടായിരിക്കില്ല, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോടും ഞാൻ പറയുന്നു, എന്നെ അറിയുന്നവരോടൊക്കെ എൻ്റെ മരണശേഷം എൻ്റെ വീഡിയോസോ എൻ്റെ ഫോട്ടോസോ നിങ്ങൾ ആരും ഷെയർ ചെയ്യരുത്. ഇത്ര എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് ദാസിയമ്മോട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാം മരണപ്പെട്ടു പോയിട്ടുള്ള സ്ത്രീകളുടെ ഈ യൂട്യൂബേഴ്സ് അല്ലാത്തവരുടെയും വീഡിയോസ് എല്ലാവരും ഇതുപോലെ അങ്ങനെ വരണം ഇങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട് മാക്സിമം അവരുടെ വീഡിയോസും ഫോട്ടോസും വെച്ചിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും ഈമാനോട് എത്തിക്കട്ടെ. അതുപോലെ തന്നെ ഈ ലോകത്ത് മാരകമായ അസുഖങ്ങളിൽ നിന്നും മറ്റുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണശേഷം നമ്മളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്ര ചെറിയൊരു വീഡിയോസ് ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.